ഹലോ, നമുക്കിന്നൊരു തട്ടിക്കൂട്ട് എണ്ണ ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിലുള്ള 5 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി എടുക്കുക, പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ, പിന്നെ ചെമ്പരത്തിയുടെ ഇലകൾ, പിന്നെ ഈ കാണുന്നത് മസ്റ്റ് ഐറ്റംസ് ആട്ടോ. ഇതാണ് നമ്മുടെ കറ്റാർ വാഴ, ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴയാണ്. പിന്നെ നമുക്ക് വേണ്ട കറിവേപ്പില എടുക്കാം കേട്ടോ. ഇതൊക്കെ എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഫസ്റ്റ്. ചെമ്പരത്തിയുടെ ഇലകളിൽ സൈഡിലൊക്കെ നമുക്ക് ഈ വെള്ള രീതിക്ക് പ്രാണികളുള്ളത് കൊണ്ട് തന്നെ നല്ലോണം കഴുകി വേണം ട്ടോ നമ്മൾ എടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കണ 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇനി കഴുകി വൃത്തിയാക്കിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതുപോലൊരു അടുപ്പത്തൊരു പാൻ വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. ഇനി ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എനിക്കിവിടെ 1 ലിറ്റർ എണ്ണ മതിയായതുകൊണ്ടാണ് ട്ടോ ഞാനങ്ങനെ എടുത്തത്. അതേപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണ എടുക്കാവുന്നതാണ്. നല്ലോണം അടുപ്പ് കത്തിക്കണം കേട്ടോ. നമ്മളിത് വെക്കുന്ന അടുപ്പിലായതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ തീ കത്തണം. ഈ രീതിക്ക് എണ്ണ നമുക്ക് കുറുകി വരണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുവേ. ഈ രീതിക്ക് വേണം നമുക്ക് ചെയ്തെടുക്കാൻ. അതിന് ശേഷം ഇതേപോലെ ഒരു കുപ്പിയിൽ നമുക്ക് എണ്ണ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 2, 3 മാസത്തേക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യണ പോലെ ഉണ്ടാവും.